ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഹാംസ്റ്റർ കോമ്പാക്ട് എന്ന ക്രിപ്റ്റോ പ്രൊജക്റ്റിൻ്റെ മൈനിങ് സർവീസ് ബോട്ട് ടെലഗ്രാമിൽ ഇതേപോലെ നമ്മൾ ടാപ്പ് ചെയ്തിട്ടും അതിൽ മൈനിങ് ചെയ്തിട്ടും നമ്മൾ ഹാംസ്റ്റർ കോയിന് കൂടുതലായിട്ട് ഇതിൽ നിന്ന് ഏൺ ചെയ്യുന്നുണ്ട്. ഇതിൽ നിന്ന് നമുക്ക് കൂടുതൽ പണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. പക്ഷേങ്കിൽ ഇവിടെ ഈ അടുത്ത് ഒന്ന് രണ്ട് പുതിയ അപ്ഡേറ്റ് വന്നായിരുന്നു. അതിൻ്റെ വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതായത് ബൈ സ്കിൻ എന്ന അപ്ഡേറ്റും മിനി ഗെയിം എന്ന അപ്ഡേറ്റും. ഈ രണ്ട് അപ്ഡേറ്റ് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ യൂട്യൂബ് ചാനൽ ചെക്ക് ചെയ്ത് നോക്കുക, ആ വീഡിയോ കാണുക. അതായത് ഇതിൽ ഒരു വെർപ്പിക്കലായിട്ടുള്ള ഒരു അപ്ഡേറ്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തത്, നിങ്ങൾക്ക് എന്താണ് ഫീൽ ചെയ്തത് എന്നുള്ളത് ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക, ഞാനത് കറക്റ്റായിട്ട് പറഞ്ഞുതരാം. അതായത് ഈ ഒരു മിനി ഗെയിം 30 സെക്കൻഡുള്ളിൽ നമ്മൾ കറക്റ്റായിട്ട് കളിക്കണം. ഇതൊരു പുസിൽ സോൾവ് ചെയ്യുന്ന തരത്തിലുള്ളൊരു ഗെയിമാണ്. അപ്പോൾ ഈ ഗെയിം കളിക്കുമ്പോൾ കുറേ ആൾക്കാർ ഇതിൽ ഫെയിൽഡ് ആകുന്നുണ്ട്. അതായത് ഇതിൽ നമ്മൾ തോറ്റു പോകുന്നുണ്ട്, നമുക്ക് പെട്ടെന്ന് വിജയിക്കാൻ പറ്റുന്നില്ല, വിന്നാൻ പറ്റുന്നില്ല. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് 1.5 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് വീണ്ടും ഇത് കളിക്കാനായിട്ട് സാധിക്കുക. അപ്പോൾ അത് വളരെയധികം നമ്മളെ ബുദ്ധിമുട്ട് ആക്കുന്നുണ്ട്. ചില ആൾക്കാർക്ക് ഇത് ശരിയാവും, ചില ആൾക്കാർക്ക് ശരിയാവില്ല, ചില ആൾക്കാർക്ക് ഇത് ദേഷ്യം വരും, ചില ആൾക്കാർക്ക് കുറച്ച് ടൈം എടുക്കും. ആകെ മൊത്തം നമ്മുടെ സമയം ഇതിലേക്ക് ചിലവാക്കേണ്ടി വരുന്ന ഒരു അവസ്ഥയാണ്. സാധാരണ ഇതിനു മുമ്പുള്ള ടാസ്ക് കാര്യങ്ങളൊന്നും കുഴപ്പമില്ല. അതിൽ ഓരോ അപ്ഡേറ്റ് നോക്കിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അതായത് ഡെയിലി സൈപ്പർ കോഡാണെങ്കിലും ഡെയിലി കോംബോ കാർഡ്സൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്കത് ഡെയിലി മറ്റു ടെലഗ്രാം ചാനലിൽ ഗ്രൂപ്പിലൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അവിടെയൊക്കെ നോക്കിയിട്ട് നമുക്കിത് ചെയ്യാൻ പറ്റും. പക്ഷേ ഇത് വെറും വെറുപ്പിക്കലായിപ്പോയി. എൻ്റെ ഒരു അനുഭവം പറയുകയാണെന്നുണ്ടെങ്കിൽ, ഞാൻ ഈ ഹാംസ്റ്റർ കോമ്പിൽ ഈ മിനി ഗെയിം കളിക്കാൻ വേണ്ടിയിട്ട് ഇന്ന് തന്നെ ഞാൻ 2-3 പ്രാവശ്യം ട്രൈ ചെയ്തു. ഇന്നലെ ഞാനൊരു 7-8 പ്രാവശ്യം ട്രൈ ചെയ്തു. കാരണം 1.5 മണിക്കൂർ എൻ്റെ ടൈം ഫുള്ള് ഇതിന് തന്നെ സ്പെൻഡായിപ്പോയി, സത്യം പറയാമല്ലോ. ഇന്നലെ ഞാൻ വീഡിയോ ചെയ്തതിന് ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടാണ്. കാരണം എൻ്റെ 3-4 അക്കൗണ്ട് ഉണ്ട്, അതിലൊക്കെ ട്രൈ ചെയ്തിട്ട് അവസാനം അത് വിജയിച്ചപ്പോൾ ഞാൻ നമ്മുടെ യൂട്യൂബ് ചാനലിൽ അതിൽ വിന്നാവുന്ന ആ ഒരു വീഡിയോ ചെയ്ത് തന്നെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ്. എൻ്റെ പേഴ്സണൽ അക്കൗണ്ടിൽ എനിക്ക് ആദ്യത്തെ ഗെയിം കളിക്കാനോ ഒന്നും തന്നെ പറ്റിയിട്ടില്ല. അതിൽ ആ ഒരു അവസാനം ഒരു കീ കിട്ടുന്നുണ്ടല്ലോ, അതുപോലും എനിക്ക് റിലീസ് ചെയ്ത് കിട്ടിയിട്ടില്ല. അപ്പോൾ അത്രയും ബുദ്ധിമുട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഈ വീഡിയോ നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, ഞാനിത് 2ാമത്തെ പ്രാവശ്യമാണ് ഈ ഗെയിം കളിക്കുന്നത്. എന്നിട്ട് അവസാനം നോക്കിയ 30 സെക്കൻഡിനുള്ളിൽ ഞാനത് ചെയ്തിട്ടുണ്ട്. പക്ഷേ അവസാനം അവർ പറയുന്നത് ടൈം ഈസ് അപ്പ് എന്നാണ്. അത് ടൈം ഔട്ടായി, പുസിൽ സോൾവഡ് ആയിട്ടില്ല. താഴെ ക്ലെയിം കൊടുക്കുമ്പം ക്ലെയിമായിട്ട് ആ ഒരു കീ നമുക്ക് കിട്ടുന്നില്ല. ഇതൊക്കെ എന്തൊരു വെറുപ്പിക്കലാണ്. പിന്നെ ഹാംസ്റ്റർ കോമ്പാക്റ്റിൽ ഈ ഒരു മിനി ഗെയിം വന്നതിന് ശേഷം ഇതിനെ കുറ്റം പറഞ്ഞിട്ട് ഒരുപാട് ആൾക്കാർ സോഷ്യൽ മീഡിയയിലൊക്കെ പലതരത്തിലുള്ള ചർച്ചകളും ഇതിനെതിരെ ആക്ഷേപണങ്ങളൊക്കെ ഉന്നയിച്ചുകൊണ്ട് ഒരുപാട് കാര്യങ്ങളൊക്കെ സംസാര വിഷയമായിട്ടുണ്ട്. കാര്യം വേറൊന്നുമല്ല, ഇത് കളിക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടാണ്, ഒരുപാട് സമയം എടുക്കുന്നുണ്ട് വീണ്ടും ഇത് ചെയ്യണമെന്നുണ്ടെങ്കിലൊക്കെ. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഇതൊരു ക്രൈറ്റീരിയ ആയിട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇതിലെ കീ കിട്ടുന്നത് അതൊരു ടാസ്ക് ആക്കിയിട്ട് ഇവർ നമ്മളെ പറ്റിക്കുമെന്നൊക്കെയാണ് പറയപ്പെടുന്നത്. പക്ഷേ ഇതിൻ്റെ ഇങ്ങനൊരു കാര്യം, ഇത്തരത്തിലുള്ള അപ്ഡേറ്റ് ഒന്നും ഹാംസ്റ്റർ കോമ്പാക്റ്റിൻ്റെ ഭാഗത്ത് നിന്ന് ഒഫീഷ്യലായിട്ടുള്ള അപ്ഡേറ്റ് ഒന്നും വന്നിട്ടില്ല. ഇവിടെ നമ്മൾ ഹാംസ്റ്റർ കോമ്പാക്റ്റിൽ മിനി ഗെയിം കളിച്ചതിൽ കീ നമ്മൾ ഒരുപാട് ക്ലെയിം ചെയ്ത് നേടിക്കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റേതായിട്ടുള്ള ബെനിഫിറ്റ് ഉണ്ടാവും എന്നുള്ളത് ഒഫീഷ്യലായിട്ട് ഹാംസ്റ്റർ കോമ്പാക്റ്റിൻ്റെ ട്വിറ്റർ പേജിലും ടെലഗ്രാമിലൊക്കെ അതിൻ്റെ അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. അത് ഈ വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം. അതോടൊപ്പം ഞാൻ ഇവിടെ കളിച്ച ഈ ഗെയിം ഉണ്ട്, വീണ്ടും ഫെയിൽഡായി. ഇങ്ങനെ ഒരുപാട് തവണ സംഭവിച്ചിട്ടുണ്ട്. ഇനി ഈ ഒരു ഗെയിം കളിച്ചിട്ട് വിന്നായിട്ട് ഇതിൽ ആ കീ നേടണമെന്നുണ്ടെങ്കിൽ വീണ്ടും 1.5 മണിക്കൂർ ടൈം എടുത്തിട്ട് വേണം ഇത് ചെയ്യാൻ. ഇതാണ് അവസ്ഥ. അപ്പോൾ ഗൈസ്, നിങ്ങൾ ഹാംസ്റ്റർ കോമ്പാക്റ്റിൽ ഈ മിനി ഗെയിം കളിച്ചിട്ടുണ്ടെന്നുണ്ട്, നിങ്ങളുടെ അനുഭവം, നിങ്ങൾക്ക് എന്താണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്, അത് ഈ വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇവരുടെ ഒഫീഷ്യൽ ട്വിറ്റർ പേജിലും ടെലഗ്രാം ചാനലിലും ഹാംസ്റ്റർ കോമ്പാക്റ്റിൽ ബൈ സ്കിൻ എന്ന് പറയുന്ന അപ്ഡേറ്റ് വന്നപ്പോൾ അതിൻ്റെ അപ്ഡേറ്റ് കാര്യങ്ങളൊക്കെ അവർ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഹാംസ്റ്റർ കോമ്പാക്റ്റിൽ മിനി ഗെയിം ചില ആൾക്കാരുടെ ഫോണിൽ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ അത് ടെലഗ്രാം അപ്ഡേറ്റ് ചെയ്യാനും അവർ ഒഫീഷ്യലായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഹാംസ്റ്റർ കോമ്പാക്റ്റിലെ മിനി ഗെയിമിനെ പറ്റി ഇവർ പ്രധാനമായിട്ടും പറഞ്ഞിട്ടുള്ള പുതിയൊരു അപ്ഡേറ്റ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഹാംസ്റ്റർ കോമ്പാക്റ്റിൽ ഇപ്പോൾ പുതുതായിട്ട് വന്നിട്ടുള്ള മിനി ഗെയിം ഉണ്ടല്ലോ, അതിൽ നമ്മൾ കണ്ടിട്ടുള്ള ഒരു കീ ഉണ്ട്, ഹാംസ്റ്റർ കീ. ഇത് ക്രിപ്റ്റിക് കീ എന്നാണ് ഇവർ പറയുന്നത്. ഇതിൽ നിഗൂഢതായിട്ടുള്ള എന്തോ സംഭവങ്ങൾ ഭാവിയിൽ വരാനുണ്ട്. അത് നമുക്ക് വളരെയധികം ഉപകാരപ്രദമാവുന്ന കാര്യങ്ങളൊക്കെയാണ് എന്നുള്ളതൊക്കെയാണ് ഇവർ പറയുന്നത്. അതുപോലെ തന്നെ ദിവസത്തിൽ നമുക്ക് ഒരിക്കലും ഈ കീ ലഭിക്കാനായിട്ട് നമ്മൾ ഈ ഒരു അതായത് പസിൽ എന്താ പറയുന്നത്, അത് പ്ലേ ചെയ്യണം, ആ ഒരു ഗെയിം പ്ലേ ചെയ്യണം. ഇനിയും നിരവധി ആവേശകരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ വരാനുണ്ട്, കാത്തിരിക്കുക എന്നുള്ളതാണ് ഇവരുടെ ഏറ്റവും പുതിയ ഈ ഹാംസ്റ്റർ കോമ്പാക്റ്റിലെ മിനി ഗെയിമിനെ പറ്റിയിട്ടുള്ള അപ്ഡേറ്റ്. അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഹാംസ്റ്റർ കോമ്പാക്റ്റിൽ ഡെയിലി മിനി ഗെയിം ടാസ്ക് വരും. അതിൽ അന്നന്ന് വരുന്ന ടാസ്ക് നമ്മൾ മനസ്സിലാക്കിയിട്ട് അതിൻ്റെ വീഡിയോ കാര്യങ്ങളൊക്കെ നമ്മുടെ ടെലഗ്രാം ചാനൽ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. ടെലഗ്രാം ചാനലിലെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം.
അതിൽ എല്ലാ കാര്യങ്ങളും കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഹാംസ്റ്ററിൻ്റെ എല്ലാ അപ്ഡേറ്റും അവിടെ വരുന്നുണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങൾ ഈ പിന്നെ ഗെയിം കളിച്ചിട്ട് അതിൽ വിൻ ആകുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ നമുക്ക് അതിൽ കീ കിട്ടും. അത് നമുക്ക് ഭാവിയിൽ എന്തെങ്കിലും എയർ ഡ്രോപ്പ് കിട്ടാൻ അല്ലെങ്കിൽ കൂടുതൽ പണം സമ്പാദിക്കാനുള്ള മറ്റു കാര്യങ്ങൾക്കൊക്കെ വളരെയധികം പ്രയോജനപ്പെട്ടേക്കാം. അതുകൊണ്ട് എല്ലാവരും എന്ത് ചെയ്യുക, ഈ ഒരു ഗെയിം കളിക്കുക. പിന്നെ വേറെ നിവൃത്തിയില്ല, ഇത് ചെയ്തവർ ഇത് കളിച്ചുകൊണ്ടിരിക്കുക, അല്ലാത്തവരും ചെയ്യേണ്ടതല്ല, നിങ്ങൾ ശ്രമിക്കുക. കാരണം ഇത്രയും ചെയ്തില്ല, അപ്പോൾ ഇനിയും കുറച്ച് കഴിഞ്ഞാൽ ഇനി ഇതിൻ്റെ ലിസ്റ്റിങ് കാര്യങ്ങളൊക്കെ വരും. ആ സമയത്ത് നമുക്ക് ഇതിൽ എന്തെങ്കിലും പണം കിട്ടാതിരിക്കില്ല. അതുപോലെ തന്നെ ഇന്നത്തെ ഹാംസ്റ്റർ കോമ്പാറ്റിലെ മിനി ഗെയിം ടാസ്ക് ഇതാണ്. ഈ ഒരു വീഡിയോ കാണുക. ഇതേപോലെയാണ് ചെയ്യേണ്ടത്. വളരെ സിമ്പിളാണ്, പക്ഷേ 30 സെക്കൻഡുള്ളിൽ നമ്മൾ പെട്ടെന്ന് അത് കളിച്ച് തീർക്കണം. നമ്മൾ 2-3 തവണ വീഡിയോ വാച്ച് ചെയ്തിട്ട് കണ്ടതിന് ശേഷം നമ്മൾ കറക്റ്റായിട്ട് ഇത് ചെയ്തു കൊടുക്കുക. ഞാൻ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് കുറച്ച് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടൊരു മ്യൂസിക് ഇട്ടിട്ട് കാണിച്ചു തരാം. കണ്ടോ? അപ്പോൾ ഹാംസ്റ്റർ കോമ്പാറ്റിൽ ഈ മിനി ഗെയിം എങ്ങനെ കളിക്കുക, എങ്ങനെ ഉപയോഗിക്കുക, ഇതെങ്ങനെയാണ് ചെയ്യുക, ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനലിൽ മുമ്പ് അപ്ലോഡ് ചെയ്തുകൊണ്ട് അതിവിടെ വിശദമായിട്ട് കാണിച്ച് പറഞ്ഞു തരാത്തത് അതുകൊണ്ടാണ്. എന്തായാലും ഹാംസ്റ്റർ കോമ്പാറ്റിലെ ഈ മിനി ഗെയിം നമുക്ക് ഈ ഒരു എയർ ഡ്രോപ്പ് അല്ലെങ്കിൽ ഈ ഹാംസ്റ്റർ കോയിൻ നമുക്ക് കിട്ടാതിരിക്കാൻ അല്ലെങ്കിൽ വിഡ്രോ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ അങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊന്നും കൊണ്ടുവരും. അങ്ങനത്തെ ഒരു അപ്ഡേറ്റ് ഒന്നും ഇവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല. അതായത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഹാംസ്റ്റർ കോമ്പാറ്റ് നമുക്ക് പൈസ തരാതെ, നമ്മളെ പണം തരാതെ പറ്റിക്കൂല എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിച്ചത്. എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യുക. ഇതുപോലെ പുതിയ വീഡിയോകൾ ലഭിക്കാൻ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഈ വീഡിയോ ഇതുവരെ കണ്ട എല്ലാവർക്കും നന്ദി. ബൈ ബൈ.